അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വറഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. കിതാബുൽ ഫറായിദ്, ബാബുൽ ഫറായിദ്, അനന്തരാവകാശ പാഠം. ഇൽമിൻ്റെ പകുതി അനന്തരാവകാശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടതോ അവൻ്റെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുമല്ലോ. സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടതിലെ പ്രധാന ഒരു സംഗതിയാണ് അനന്തരാവകാശം. നമ്മളൊക്കെ അനന്തരാവകാശം വാങ്ങിയ ആൾക്കാരാണ്, വാങ്ങാനിരിക്കുന്ന ആൾക്കാരാണ്, അനന്തരം കൊടുക്കാനിരിക്കുന്ന ആൾക്കാരുമാണ്, അല്ലേ? ഈ കാണുന്ന ഭൂമിയിലെ മുഴുവൻ സ്വത്തും അനന്തരമായിട്ട് കിട്ടിയതാണ്. പിന്നെ ചിലവരൊക്കെ പൈസ കൊടുത്ത് വാങ്ങും, അനന്തരമായിട്ട് കിട്ടില്ല, പക്ഷേ അത് അനന്തരമായിട്ട് പോകും. ചിലവർ വാങ്ങി വെക്കുകയും ചെയ്യും, അപ്പോൾ അനന്തരാവൂല. എങ്ങനെയായാലും വാങ്ങിയവരെടുത്തുനിന്നോ കിട്ടുന്ന ആൾക്കാർക്കൊക്കെ അത് അനന്തര സ്വത്തായിരിക്കും. ഈ ഇൽമ് വളരെ ശ്രദ്ധിച്ച് പഠിക്കണം, അത് പാഴായി പോകാതെ നോക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്. ഇപ്പോൾ തന്നെ അനന്തരാവകാശം, ഇസ്ലാമിക അനന്തരാവകാശ നിയമത്തിനെതിരെ കുറേ ആളുകൾ എന്തായിട്ടുണ്ട്, ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഒരു അവകാശം ഉണ്ടായിരുന്നില്ല ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ വരെ. മക്കൾക്ക് ഉണ്ടായിരുന്നില്ല, ചില കുടുംബത്തിൽ പെൺമക്കൾക്ക് മാത്രം ഉണ്ടായിരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നിയമങ്ങളുടെ നൂലാമാലകളുള്ള ആചാരങ്ങളുള്ള ഒരു രാജ്യത്താണ് ഇസ്ലാം 1400 കൊല്ലം മുമ്പ് അനന്തരാവകാശ നിയമം അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് സന്ദർഭോചിതമായിട്ട് ഓരോന്ന് പറയാം. ബാബുൽ ഫറായിദ്. എന്താ ഫറായിദ് പറഞ്ഞാൽ ഈ മസായിലു ഖിസ്മത്തിൽ മവാരീസ്, അനന്തര സ്വത്ത് ഓഹരി ചെയ്യുന്ന വിഷയങ്ങൾ. ഫറായിദ് പറഞ്ഞാൽ ഫരീദത്തിൻ്റെ എമ്മാണ്. ഫരീദത്ത് പറയുമ്പോൾ മഫ്റൂദത്ത് എന്നുള്ള അർത്ഥത്തിനാണ്. ഫഈല് മഫ്ഊല് മാനാക്കി വരുമല്ലോ. അപ്പോൾ മഫ്റൂദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഫറദ് എന്ന് പറഞ്ഞാൽ ലുഗത്തൻ ഭാഷാർത്ഥ തഖ്ദീർ, കണക്കാക്കുക എന്നാണ്. അപ്പോൾ മഫ്റൂദത്ത് പറഞ്ഞാൽ കണക്കാക്കപ്പെട്ടത്. അപ്പോൾ അനന്തരാവകാശികൾക്ക് കണക്കാക്കപ്പെട്ട ഓഹരിയെക്കുറിച്ച് പറയുന്ന പാഠം എന്നായി. ബാബുൽ ഫറായിദ് എന്ന് പറഞ്ഞാൽ ബാബുൽ മഫ്റൂലാത്ത്, അനന്തരാവകാശികൾക്ക് കണക്കാക്കപ്പെട്ട ഓഹരികളെക്കുറിച്ച് പറയുന്ന പാഠമാണ്. ഫരീദത്തിൻ്റെ അമ്മാണ് ഫറായിദ്. അസീമത്തിൻ്റെ അമ്മ അസായിമ് എന്ന് പറയാറില്ലേ? നമ്മൾ നിസ്കാരത്തിന് പറന്ന് എന്ന് പറയും. ഇവിടെ ഉദ്ദേശം കണക്കാക്കപ്പെട്ടത് എന്നാണ്. ഫറദ്നാഹ അലൈഹി, നാം അവരുടെ മേൽ കണക്കാക്കി എന്നൊക്കെയാണ് പറയാർത്ഥം. തഖ്ദീർ, അതാണ് ഭാഷാർത്ഥം. ഷറയിൽ നസീബ് മുഖദ്ദറുൽ വാരിസി, അനന്തരാവകാശിക്ക് കണക്കാക്കപ്പെട്ട വിഹിതം എന്നാണ് ഫറദ് എന്നുള്ള ഉദ്ദേശം. ഇനിയുമൊക്കെ നമ്മൾ ഫറദ് എന്ന് പറയും. അവരെ ഫറദ് അത്ര, ഇവരെ ഫറദ് ഇത്ര, അവരെ ഫറദ് ഇത്ര എന്നാണ് തോറും അസ്ർ മഗ്‌രിബ് എന്ന് അർത്ഥമാക്കണ്ട. അനന്തരാവകാശമായി കിട്ടേണ്ട വിഹിതം എന്നാണ് അതിൻ്റെ അർത്ഥം. നസീബ് മുഖദ്ദറുൽ വാരിസ്, അനന്തരാവകാശിക്ക് കണക്കാക്കപ്പെട്ട വിഹിതം. ഒരാൾ മരിച്ചാലേ അയാളിൽ നിന്ന് ആരൊക്കെ അനന്തരം എടുക്കും എന്ന് നമ്മൾ പഠിക്കണം. 17 ആളുകൾ വരെ അനന്തരം എടുക്കാം. അതേ ആൾക്കാർ ഒന്നിച്ചെടുക്കുകയൊന്നുമില്ല. 17 ആളുകൾക്ക് വരെ മാക്സിമം അനന്തരം കിട്ടുള്ളൂ. ഈ 17 ആളുകളും ഇല്ലെങ്കിൽ പിന്നെ ആ അനന്തരാവകാശം പിന്നെ ആർക്കാ പോവുക? പൊതുഖജനാവിനാണ് പോവുക. പക്ഷേ ഇസ്ലാമികമായിട്ട് പൊതുഖജനാവ് അവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെയും ഒരു 11 കുടുംബക്കാരുണ്ട്, ദവുൽ അർഹാം എന്ന് പറയുന്ന. അപ്പോൾ ആണുങ്ങൾ 10, പെണ്ണുങ്ങൾ 7. അവരില്ലെങ്കിൽ പിന്നെ ദവുൽ അർഹാം, ഗർഭപാത്ര ബന്ധത്തിലുള്ളവർ, കുടുംബ ബന്ധമല്ല. അതാണ് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത്. നിങ്ങളെ മുന്നിൽ കുറച്ചൊക്കെ പ്രായമുള്ള ഒരാളെ സങ്കല്പിക്കുക. അയാളങ്ങനെ മരിച്ചില്ലേ? അയാൾക്ക് ആരൊക്കെ അനന്തരാവകാശികളുണ്ടാകും? അനന്തരാവകാശികളായിട്ട് ആരൊക്കെയാണ് നമ്മൾക്ക് കാണേണ്ടത് എന്ന് മനസ്സിലാക്കിയൂടെ? ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക.
ബാപ്പയും മക്കളും പെങ്ങളും ആങ്ങളിയും എളാപ്പിയൊക്കെ ഉള്ള ഒരാളെ നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളെ മനസ്സിൽ. മൊയ്തു എന്നോ മൊയ്നുദ്ദീൻ എന്നോ യൂനുസ് ഉസ്താദ് എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരാളെ സങ്കല്പിച്ചില്ലേ? എല്ലാവരും വേണം അയാൾക്ക്. ഭാര്യ ഭർത്താവരുണ്ടാവില്ല ഉണ്ടാവില്ല, രണ്ടും കൂടി ഒരാൾക്ക് ഉണ്ടാവില്ല. എന്നിട്ട് അയാൾ മരിച്ചു എന്ന് വെച്ചോളി. അയാളെ അനന്തരാവകാശികൾ ആരൊക്കെയാണ് എന്നാ ചോദ്യം. ഒന്നാമത്തെ ആണുങ്ങൾ ആരൊക്കെ? മക്കളുണ്ട്, മകൻ അനന്തരാവകാശമുണ്ട്. മകൻ്റെ മകനുണ്ടോ? മകൻ്റെ മകൻ എന്ന് പറയുമ്പോൾ മകൻ്റെ മകൾ പെടൂല. പേരക്കുട്ടി എന്ന് പറയുമ്പോൾ പേരാൺകുട്ടി പേരമകനാണ്, അയാൾക്ക് കിട്ടും. ബാപ്പ കിട്ടും, വാപ്പാൻ്റെ വാപ്പ കിട്ടും. ഉപ്പാൻ്റെ ഉപ്പല്ലേ? നിങ്ങളാ മരിച്ച ആളെ ഉപ്പാൻ്റെ ഒരു ഉപ്പുണ്ട്, ഉപ്പാക്ക് കിട്ടും. ഉപ്പാക്കൊരു ഉപ്പുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടും. അയാളുടെ പേരെന്താ നോക്കി? അയാൾ ജീവിച്ചിരിക്കണോ? ഖബർക്ക് കിട്ടൂലേ? പിന്നെ അഹ് സഹോദരൻ, ജ്യേഷ്ഠാനിയന്മാരില്ലേ ഒരാൾക്ക്? മുത്തലക്കം നിരുപാധികം സഹോദരൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് പല ഇറ്റുള്ള സഹോദരന്മാരുണ്ടാവും. ഇപ്പം നിങ്ങൾ കണ്ട ആളെ സഹോദരന് രണ്ടുപേരുടെ ഉപ്പ ഒന്നായിരിക്കും. അഹുല്ലി അബവൈനി എന്നാ പറയാം. നിങ്ങളിപ്പോൾ കണ്ട ആളില്ലേ, അയാൾക്ക് ജ്യേഷ്ഠാനിയന്മാരുണ്ടാകും. അവരൊക്കെ ഉപ്പി ഉമ്മി ഒന്നല്ലേ? അഹുല്ലി അബവൈനി എന്ന് പറയാം. ചിലപ്പോൾ ഉപ്പ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കണ്ട ആൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും അയാൾ ഉപ്പാനെ നിങ്ങൾ കാണി. ഇപ്പം മരിച്ച ആളെ ഉപ്പ, ആ ഉപ്പ വേറെ കല്യാണം കഴിച്ചിട്ടൊരു കുട്ടി ഉണ്ടായി നിൽക്കുക, ഈ ഉമ്മേനല്ലാതെ. അത് അഹുല്ലി അബു എന്നാ പറയാം. ഇനി ഒന്നുകൂടെ, നിങ്ങളെ മരിച്ച ആൾക്കൊരു ഉമ്മ ഉണ്ടല്ലോ, ആ ഉമ്മാനെ മുമ്പ് കെട്ടിച്ചിരുന്നു, അതിലൊരു കുട്ടി ഉണ്ടായി. പിന്നെ എൻ്റെ ഭർത്താവ് മരിച്ചപ്പോഴാണ് പിന്നെ നിങ്ങളെ ഉപ്പ കിട്ടുന്നത്, ആ പെണ്ണിന് കല്യാണം കഴിക്കുന്നത്. അഹുലി ഉമ്മ എന്നാ പറയാം. നിങ്ങളെ ഉമ്മ തന്നെയാണ്. നിങ്ങളെ ഉമ്മാനെ മുമ്പ് കെട്ടിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മാനെ പിന്നീട് കെട്ടിച്ചു, നിങ്ങളുടെ ഉപ്പ മരിച്ചതിന് ശേഷം, എന്തായാലും മതി. ഈ 3 സഹോദരങ്ങളെ ഉൾപ്പെടാണ് മുത്തലഖൻ എന്ന് പറയുന്നത്. പിന്നെ വബുനുഹു, സഹോദരപുത്രൻ, മരിച്ച ആളെ ജ്യേഷ്ഠൻ്റെയോ അനിയൻ്റെയോ മകൻ. പക്ഷെ ആ മകൻ ഇല്ലാമിനുള്ള ഉമ്മ വൈക്കുള്ളതാവരുത് കേട്ടോ. സഹോദരൻ്റെ മകനില്ലേ, ഈ മരിച്ച ആളെ സഹോദരൻ്റെ മകൻ, ഈ സഹോദരൻ്റെ മകന് കിട്ടണമെങ്കിൽ ഉമ്മ വൈക്കുള്ള സഹോദരൻ്റെ മകനാവരുത്. 3 സഹോദരങ്ങൾ പറഞ്ഞില്ലേ, ഉപ്പയും ഉമ്മയും ഒത്ത സഹോദരൻ, ഉപ്പ ഒത്ത സഹോദരൻ പറഞ്ഞു, പിന്നെ ഉമ്മത്തെ സഹോദരൻ ഉണ്ട്. പക്ഷെ ഉമ്മത്തെ സഹോദരൻ്റെ മകനില്ല. അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങളെ ഉപ്പാനും ഉമ്മാനും എടുത്തോളൂ. നിങ്ങളെ ഉമ്മാനെ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിലുള്ള കുട്ടിക്കാണ് ഉമ്മത്തെ സഹോദരൻ എന്ന് പറയാം. അവനൊരു കുട്ടി ഉണ്ടായി, അവന് സ്വത്തുണ്ടാവില്ല. നിങ്ങളെ ഉപ്പാക്ക് 1, 2, 3 ഭാര്യമാരുണ്ട്, അതിലുള്ള കുട്ടികൾ ഉപ്പാക്കിട്ട് നിങ്ങളുടെ ഉമ്മയിലല്ലാതെ വേറെ കല്യാണം കഴിച്ചിട്ട് അവർക്ക് നിങ്ങളുടെ ഉപ്പത്തെ സഹോദരനാണ്. അവർക്ക് മക്കളുണ്ടെങ്കിൽ അവർക്ക് അനന്തര സ്വത്തുണ്ട്. അതാണ് വബനുഹു, സഹോദരൻ്റെ മക്കൾക്കുണ്ട് ഇല്ലാമിനുള്ള ഉമ്മി. പക്ഷേ ഉമ്മ വൈക്കുള്ള സഹോദരൻ്റെ മക്കൾക്കില്ല. ഇപ്പോൾ എത്രയായി? 6 അമ്മുൻ, പിതാവിൻ്റെ സഹോദരങ്ങൾ. നിങ്ങളെ ഉപ്പാൻ്റെ സഹോദരങ്ങളില്ലേ, നിങ്ങൾ മരിച്ച ആൾ വേറെ ആളെന്നെ ആക്കണമെന്നില്ല. നിങ്ങളെ ഉപ്പാൻ്റെ സഹോദരങ്ങളില്ലേ, ജ്യേഷ്ഠന്മാരും അനിയന്മാരും, അവർക്കാണ് അമ്മ എന്ന് അറബിയിൽ പറയാം. മലപ്പുറത്ത് പിതൃവ്യ എന്ന് പറയും. ഒബനുഹു, ഈ എളാപ്പാരും പല ഐറ്റവും ഉണ്ടാവും കേട്ടോ. മയ്യത്തിൻ്റെ എളാപ്പാകാം, മയ്യത്തിൻ്റെ ഉപ്പാൻ്റെ എളാപ്പയാകാം. എളാപ്പാന്നാ പറയല് സാർ, പിതൃവ്യ എന്നാ പറയല് സാർ മലയാളത്തിൽ. എളാപ്പി മൂത്താപ്പി രണ്ടും കൂടിയും പെട്ടുന്നൊരു പദമാണ് അമ്മ. അപ്പം അങ്ങനെ ഒബനുഹു, അമ്മിൻ്റെ മകനും കിട്ടും. എളാപ്പാൻ്റെ മകനില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പാർക്കൊക്കെ സഹോദരങ്ങളില്ലേ, അവരുടെ മക്കൾക്കാണ് ഇബ്നുൽ-അമ്മ് എന്ന് പറയാം. പക്ഷേ ഇല്ലാലിൽ ഉമ്മി, ഉമ്മ വഴിക്കുള്ള എളാപ്പാൻ്റെ മക്കൾക്ക് ഉണ്ടാവില്ല. നിങ്ങളെ ഉപ്പാൻ്റെ ഉപ്പയിലും ഉമ്മയിലും ജനിച്ച കുട്ടിക്കാണ് ഉപ്പയും ഉമ്മയൊത്ത എളാപ്പ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെ എളാപ്പാരൊക്കെ ഉപ്പയും ഉമ്മയൊത്ത എളാപ്പാരാണ്. വല്യുപ്പാൻ്റെ സഹോദരങ്ങളല്ലേ എളാപ്പ എന്ന് പറയുന്നത്. ഉപ്പാൻ്റെ
സഹോദരങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ മരിച്ചു, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഉപ്പാൻ്റെ ജ്യേഷ്ഠാനിയന്മാർക്ക് അമ്മ എന്ന് പറയും. നിങ്ങളുടെ ഉപ്പാൻ്റെ ഉപ്പയും ഉമ്മി തന്നെയാണ് അവരെ ഉപ്പയും ഉമ്മിയെങ്കിൽ അമ്മുലി അബുബൈനി എന്ന് പറയും. നിങ്ങളെ ഉപ്പാൻ്റെ ഉപ്പ തന്നെയാണ് അയാളുടെ ഉപ്പ, പക്ഷെ ഉമ്മ വേറെ ആണെങ്കിലോ അമ്മുലി അബു എന്ന് പറയും. ഇനി നിങ്ങളുടെ ഉപ്പാൻ്റെ ഉമ്മയാണ് അവൻ്റെ ഉമ്മ, പക്ഷെ ഉപ്പ വേറെയാണ്. അങ്ങനെ ആകുമ്പോഴോ, അതായത് ഉപ്പാപ്പ 2 കല്യാണം കഴിച്ചു എന്നർത്ഥം. അമ്മുലി ഉമ്മ എന്ന് പറയും. ഇച്ചിരി വട്ടം കറങ്ങും ചിലപ്പോൾ, വിഷയാക്കണ്ട. അടുത്ത് ആയത്തേക്ക് വരും. സൗജം ഭർത്താവിന് കിട്ടും. വധൂവലായിൻ, അടിമയിൽ നിന്ന് മോചിപ്പിച്ച ആൾക്ക് കിട്ടും വധൂവലാൽ. അപ്പോൾ നാട്ടിലില്ല. പിന്നെ സ്ത്രീകളിൽ നിന്ന് കൂട്ടർക്കാണ് കിട്ടുക. ബിന്ത് മകള്, ബിന്ത് പിന്നെ മകൻ്റെ മകള്, ഉമ്മ കിട്ടും. നിങ്ങൾ മരിച്ചാൽ ഞങ്ങൾ ഉമ്മ കിട്ടും. ജദ്ദത്ത് ഉപ്പാൻ്റെ ഉമ്മാക്കും കിട്ടും, ഉമ്മാൻ്റെ ഉമ്മാക്കും കിട്ടും. ജദ്ദത്താണ് ഉമ്മാമ എന്നാണ്. ഒഹ്ത്ത് നിങ്ങളെ സഹോദരിക്ക് കിട്ടും, നിങ്ങളെ പെങ്ങൾക്ക്, സഹോദരിക്ക്, ജ്യേഷ്ഠത്തിക്കൊക്കെ ഒഹ്ത്ത് അറിയും. സൗജത്ത് ആണാണ് മരിച്ചെങ്കിൽ ഭാര്യയ്ക്ക് കിട്ടും. വദാത്ത് പോലെ അതിനൊരു അടിമ സ്ത്രീയാണ്, അടിമനെ മോചിപ്പിച്ച ഒരു സ്ത്രീയാണെങ്കിൽ അവർക്ക് കിട്ടും. ഇവരൊക്കെയാണ് അനന്തരാവകാശങ്ങളായിട്ടുണ്ടാവുക. ഇതല്ലാത്ത കുറേ കുടുംബങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളെ ജ്യേഷ്ഠത്തി, നിങ്ങളെ അനിയത്തി, അവർക്കൊന്നുമില്ല. നിങ്ങളെ ജ്യേഷ്ഠത്തി, അനിയത്തി, സഹോദരി പറഞ്ഞല്ലേ, ആ സഹോദരി പറഞ്ഞു. ഉമ്മ കിട്ടും, ഉമ്മാൻ്റെ അനിയത്തി, ജ്യേഷ്ഠത്തി, അവരൊന്നും ഉണ്ടാവില്ല. ഉമ്മാൻ്റെ ജ്യേഷ്ഠന്മാർക്ക് അനിയന്മാർക്കുണ്ട്, അമ്മാണല്ലോ അവർ. ഖാലി ഉമ്മാൻ്റെ ജ്യേഷ്ഠന്മാർക്ക് അനിയന്മാർക്കുണ്ടാവില്ല, ഖാലി അമ്മാവന്മാർക്കൊന്നുമില്ല. ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാർക്ക് അനിയന്മാർക്കുണ്ട്. നിങ്ങൾ കുടുംബങ്ങളൊക്കെ ഒന്ന് എഴുതി, മൊത്തം കുടുംബങ്ങളൊക്കെ എഴുതിയിട്ട് കിട്ടുന്ന ആൾക്കാരെ ടിക്ക് ചെയ്യുക, കിട്ടാത്ത ആൾക്കാരെ നിങ്ങൾ വെട്ടും ചെയ്യാം. അപ്പോൾ സംഗതി മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും? മരുമകളുണ്ടാകും, മകൻ്റെ ഭാര്യ ഉണ്ടാകും, ഉമ്മാൻ്റെ ഏട്ടത്തി, അനിയത്തി ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ കുടുംബത്തെ വിരുന്ന് വരുന്ന ആൾക്കാരൊക്കെ എഴുതുക ഒരു കടലാസിൽ. എന്നിട്ട് ഈ ലിസ്റ്റ് നോക്കിയിട്ട് ആർക്കൊക്കെ ഉള്ളത് ഇല്ലാത്തതെന്നൊക്കെ നോക്കാം. ഫൈൻ വലോ ഫുഖിദൽ വറസത്ത് കുല്ലുഹും, അനന്തരാവകാശികൾ മുഴുവനും ഇല്ല എങ്കിൽ, ഫുഖിദാർണ ഇല്ലെങ്കിൽ, ഫാസുൽ മദ്ഹബി, മദ്ഹബ് നമ്മളെ ഷാഫി മദ്ഹബിൻ്റെ നിയമമായി പറയുന്നത് മദ്ഹബിലെ അടിസ്ഥാന നിയമം, മദ്ഹബിൽ സ്ഥിരപ്പെട്ട നിയമം, അന്നഹുലായി വറസവുൽ അർഹാം, ദബുൽ അർഹാം എന്ന് പറയുന്ന വേറെ വിഭാഗമുണ്ട് കുടുംബക്കാർ, അവർക്ക് അനന്തരം നൽകപ്പെടുകയില്ല എന്നാണ്. അവനെന്ത് ചെയ്യും? വലായിറദ്ദ് അലാഹിൽ ഫർദി, ഇപ്പം നിലവിൽ വാങ്ങിയ ആൾക്കാർക്ക് കൊടുക്കൂല. നിലവിൽ വാങ്ങിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഫർദിൻ്റെ ആൾക്കാർ, ഫർദിൻ്റെ ആൾക്കാർക്ക് കൊടുക്കൂല. ഫീമ ഇദാ വജദ ബഅദുഹും, അവരിൽ ചിലർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഫർദിൻ്റെ ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു, ബാക്കിയാണ്. ഒരാൾ മരിച്ചു, അയാൾക്ക് ഭാര്യ മാത്രമേ ഉള്ളൂ. ഭാര്യയ്ക്ക് എന്തായാലും പകുതിയല്ലേ കിട്ടുള്ളൂ, പിന്നെ ബാക്കി പകുതി എന്ത് ചെയ്യും? അല്ല, 4 കിട്ടുള്ളൂ, ബാക്കി ഫർദിൻ്റെ ആൾക്കാർക്ക് കൊടുക്കൂല. കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഫർദിന് കൊടുക്കൂല. ഇതാ വെച്ചത് മാല് ബൈത്തുൽ മാൽ, പിന്നെ ബൈത്തുൽ മാലിലാണ്. തീരെ ഇല്ലെങ്കിലും കുറച്ച് ആൾക്കാരുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയാണെങ്കിലും മദ്ഹബിലെ അടിസ്ഥാന നിയമം വല്ലറാമിന് അനന്തരാവകാശം കൊടുക്കൂല, ഫർദിൻ്റെ ആൾക്കാർക്കും കൊടുക്കൂല. ഫീമ ഇദാ വജദ ബഅദും, ചില ആളുകൾ മാത്രം ഉണ്ടാകുമ്പോൾ. ബലുൽ മാൽ ബൈത്തുൽ മാൽ, ഇസ്ലാമിക ഖജനാവിനാണ്. സുമ പിന്നെ ഇല്ലം എന്തതിൽ ബൈത്തുൽ മാൽ, ബൈത്തുൽ മാൽ നേർക്കിനല്ലെങ്കിൽ, നേരെ അല്ലെങ്കിൽ, റുദ്ദമാ ഫദില അൻഹും, ഫർദിൻ്റെ ആൾക്കാർക്ക് കൊടുത്തതിൻ്റെ ബാക്കി നൽകണം. അലൈഹിം, അവർക്ക് തന്നെ കൊടുക്കണം. പക്ഷെ അത് ഭാര്യ ഭർത്താവും അല്ലാത്ത ബാക്കിയുള്ളവർക്ക് കൊടുക്കണം. നിസ്ബത്തിൽ ഫുറൂദ്,
അവർക്ക് കിട്ടിയ നിശ്ചിത വിഹിതത്തിൻ്റെ ആനുപാതികത്തിൽ കൊടുക്കണം. ഇപ്പം നമുക്ക് ഇവിടെ എളുപ്പത്തിന് പറയുമ്പോൾ അങ്ങനെയാണ്, ഫർദിൻ്റെ ആൾക്കാരില്ലെങ്കിൽ അനന്തരാവകാശ ബൈത്തുൽമാലില്ലല്ലോ, അപ്പം എന്താ ചെയ്യേണ്ടത്? അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അവരെന്ന് പറയുന്നതിൽ ഭാര്യനും ഭർത്താവിനും പെടില്ല. ബാക്കി ആരൊക്കെയുണ്ട് അവർക്കൊക്കെ തന്നെ തിരിച്ചു കൊടുക്കുക. നേരത്തെ കിട്ടിയ എത്രയാണോ വിഹിതം ആ വിഹിതത്തിനനുസരിച്ച് കൊടുക്കുക. തുല്യമായിട്ടല്ല കൊടുക്കേണ്ടത്. ശരി. സുമ്മ ദബിൽ അർഹാം. അപ്പോൾ അവരൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആരാണ്? ദബുൽ അർഹാമിനാണ് കൊടുക്കേണ്ടത്. ഭാര്യ ഭർത്താവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ദബുൽ അർഹാമാണ് അതിൻ്റെ ആൾക്കാർ. ദബുൽ അർഹാം എന്ന് പറഞ്ഞാൽ അഹദ് അഷ്റ 11 പേരാണ്. ഒന്ന് വലതു ബിൻതിൻ, മകളുടെ കുട്ടികൾ. മകളെ നമ്മൾ ഫർദിൽ പെടുത്തിയിരുന്നു. മകളെ പെൺകുട്ടികൾ അനന്തരാവകാശികളല്ല, ദബുൽ അർഹാമാണ്. ഉഖ്തിൻ, സഹോദരിയുടെ മക്കൾ. പിന്നെ ബിന്തു അഖിൻ, സഹോദരൻ്റെ പെൺകുട്ടി. നിങ്ങളെ സഹോദരനല്ലേ, അയാളെ മകള്. മകനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വഅമ്മുൽ യമീൻ, ഉമ്മൊത്ത എളാപ്പൊക്കെ. വഖാലുൻ, അമ്മാവനും ദബുൽ അർഹാമാണ്. വഖാലത്തുൻ, അമ്മാവി എന്ന് വെച്ചാൽ ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാർക്ക് ഖാല് എന്ന് പറയും. ഉപ്പാൻ്റെ അല്ല, ഉമ്മാൻ്റെ സഹോദരങ്ങൾക്ക് ഖാല് എന്ന് പറയും. സഹോദരികൾക്ക് എന്ന് പറയും ഖാലത്ത് എന്ന് പറയും. അമ്മത്തിനുള്ള അമ്മനുണ്ട് എളാപ്പാക്ക്. ഉപ്പാൻ്റെ സഹോദരങ്ങൾക്ക് ഉണ്ട്, ഉപ്പാൻ്റെ സഹോദരിമാർക്കില്ല. മരിച്ച മയ്യത്തിൻ്റെ ഉപ്പാൻ്റെ സഹോദരങ്ങളാണ് അവർക്കില്ല. അമ്മത്തിനുണ്ട്. അമ്മന് നേരത്തെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഫർദിൻ്റെ ഭാഗമായിട്ട്. അബു ഉമ്മിൻ, ഉമ്മാൻ്റെ ഉപ്പാക്ക് ദബുൽ അർഹാമാണ്. അനന്തരാവകാശമല്ല ഉമ്മാൻ്റെ ഉപ്പാക്ക്. ഉമ്മു അബി ഉമ്മിൻ, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഉമ്മ, അത് ഫർദിൻ്റെ ആളല്ല, അനന്തരാവകാശമാണ്. വലതു അഖിൽ ഉമ്മിൻ, ഉമ്മയൊത്ത സഹോദരൻ്റെ മക്കൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവർ പുറത്താണ്. ഇവരൊക്കെയാണ് അനന്തരാവകാശ സ്വത്തിൻ്റെ അർഹരും അവകാശികളുമായിട്ടുള്ള ആളുകൾ. ഇൻഷാ അല്ലാഹ് ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും, നിങ്ങൾക്ക് മനസ്സിലാവും, ബേജാറാവേണ്ടതില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എഴുതിയിരിക്കുക അനന്തരാവകാശികളുടെ ലിസ്റ്റൊന്നും ആണും പെണ്ണുമായിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.